ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രീകാന്ത് സുധിയോട് പറയുവാണ്, ഈ ഭാര്യമാരെപ്പോൾ എങ്ങനെയൊക്കെ സംസാരിക്കുമെന്നും പ്രവർത്തിക്കുമെന്നും നമുക്ക് പറയാനേ പറ്റില്ല. ഞാൻ അവളോട് അത്രയും പ്രാവശ്യം വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് പോലും വർഷ കേട്ടില്ല. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം വന്നിട്ട് വീട്ടിൽ പോവാന്ന് പറയുന്നു. ഇവരെന്താ എപ്പോഴാണ് സ്വഭാവം മാറണമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല എന്നാണ് ശ്രീകാന്ത് പറയുന്നത്. അപ്പോൾ സുധി പറയുന്നുണ്ട്, ശ്രുതിയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. മാരേജിന് മുമ്പ് ഭയങ്കര സപ്പോർട്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വെറുതെ പിടിക്കുവാന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളോ, അതെന്ത് കാര്യം? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇവൻ ജോലിക്ക് പോകുന്നില്ലല്ലോ, അത് പറഞ്ഞിട്ടായിരിക്കുള്ളൂ പിടിക്കണത്. ജോലിക്ക് പോകാത്ത ഭർത്താവിനെ ഏത് പെണ്ണാടാ ചീത്ത പറയാത്തത്? പാലറേട്ടത്ത് ഇത്രയും നാളോ ഒന്നും മിണ്ടാതിരുന്നതിന് നിന്റെ മഹാഭാഗ്യം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, രേവതി ചേച്ചി ചീത്ത പറയാറില്ലേ സച്ചിയേട്ടന്? അപ്പോൾ പറയും, ചീത്ത പറയാറുണ്ടോന്നോ? അവൾക്ക് വേണ്ടിയിട്ടാണ് അന്ന് ഞാൻ ആ പരിപാടിയിൽ അടി ഉണ്ടാക്കിയത്. എന്നിട്ട് അപ്പം അത് കഴിഞ്ഞപ്പോൾ അവൾ എന്നെയാ കുറ്റപ്പെടുത്തിയത്. എന്തിനാ അടി ഉണ്ടാക്കിയത്, മിണ്ടാതിരുന്നൂടെ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ തല തിന്നുമായിരുന്നു രേവതി എന്നൊക്കെ സച്ചി പറയുവാണ് ശ്രീകാന്തിനോട്. അപ്പോൾ ശ്രീകാന്ത് പറയും, കല്യാണം കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ആയിരിക്കുമല്ലേ, എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുമല്ലേ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അതെ അതെ, ആ സമയത്താണ് വർഷ വിളിക്കുന്നത് ശ്രീകാന്തിൻ്റെ ഫോണിലോട്ട്. മോളിൽ എന്തെടുക്കുക, ഇങ്ങോട്ടേക്ക് താഴെ വാ, നമുക്ക് ഉറങ്ങണ്ടേ എന്നൊക്കെ വർഷ പറയുവാണ്. അപ്പോൾ തന്നെ ശ്രീകാന്ത് വളരെ പേടിച്ചിട്ട്, അതേ വരുന്നു വർഷ, ഞാൻ ഇപ്പം വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് ഓടിപ്പോകുവാണ്. അപ്പോൾ സച്ചിയും സുധിയും കൂടി പറയുന്നുണ്ട്, ഇവനെന്താണ് ഇവൻ്റെ ഭാര്യ ഇത്രയും പേടിക്കുന്നത്? അയ്യേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, എന്തിനാ ഇവനിങ്ങനെ പേടിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ശ്രുതിയും വിളിക്കുവേ സുധീനെ. അപ്പം തന്നെ ശ്രുതി ഫോൺ എടുക്കുമ്പോഴേക്കും ശ്രുതി പറയും, എന്തിനാ ഈ മേളിൽ തന്നെ ഇരിക്കുന്നത്, അവിടെ തന്നെ കിടന്ന് ഉറങ്ങാൻ പോവാണോ? അപ്പോൾ പറയും, ഇല്ല ഞാൻ സച്ചിനോട് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് ശ്രുതി പറയും. സച്ചിനോടൊക്കെ എന്തിനാ വർത്തമാനം പറയാൻ നിൽക്കുന്നത്, താഴെ വാന്ന് പറയുമ്പോഴേക്കും ശ്രുതിയും പേടിച്ചോടുവാണ് താഴോട്ട് ശ്രുതി വിളിക്കുമ്പോഴേക്കും. അപ്പോൾ സച്ചി മാത്രം ഇങ്ങനെ ആലോചിക്കുക, എന്നെ എന്താ എൻ്റെ ഭാര്യ വിളിക്കാത്ത? അവരുടെ ഭാര്യമാരൊക്കെ വിളിച്ചപ്പോഴേക്കും അവർ പോയി. അവളെ വിളിച്ചു നോക്കാം, രേവതിയെ വിളിക്കാം. അപ്പോൾ രേവതി ആ ടൈമിൽ അവിടെ നിന്ന് പൂ കെട്ടുമായിരിക്കുവേ. അപ്പോൾ സച്ചി വിളിച്ച് ചോദിക്കുന്നുണ്ട്, രേവതി നീ എന്താ എന്നെ വിളിക്കാത്തേ? അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ മോളിലുണ്ടല്ലോ, ഞാൻ എന്തിനാ വിളിക്കുന്നേ? അതല്ല, പാലറിടത്തെയും വർഷയൊക്കെ അവരുടെ ഭർത്താക്കന്മാരെ മേളയിൽ നിന്നും താഴോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചോണ്ടും പോയി. നീ മാത്രം എന്താ എന്നെ വിളിക്കാത്തെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ്റെ വീട്ടിലോട്ട് മുറിയിലോട്ട് വരാൻ വേണ്ടി ഞാൻ എന്തിനാ സച്ചിയേട്ടനെ വിളിക്കുന്നത്? ഇത് നിങ്ങളുടെ വീടല്ലേ, ഞാൻ പ്രത്യേകം വിളിക്കണോ? അതല്ല, എന്നാലും അവരുടെ ഭാര്യമാരൊക്കെ വിളിച്ചോണ്ടും പോയപ്പോൾ എന്നെ എന്താ വിളിക്കാത്ത? ഞാൻ എന്താ ഭാര്യ ഇല്ലാത്തവനോ? എന്നെ വിളിച്ച് എവിടെയാ, എന്താ വരാത്തെന്നൊക്കെ ചോദിച്ചൂടെ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അല്ല ഞാൻ എന്തിനാ അങ്ങനെ പറയുന്നത്, അവരൊക്കെ ഉറങ്ങാൻ വേണ്ടി വിളിച്ചതായിരിക്കും. അപ്പോൾ സച്ചി പറയും, അപ്പോൾ എന്നെ ഉറങ്ങാൻ വിളിക്കുന്നില്ലേ? അല്ല, സച്ചിയേട്ടൻ തന്നെയല്ലേ മേളിൽ പോയി കിടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയത്. എന്നാലും അതൊന്നും സാരമില്ല, നീ ഇപ്പം തന്നെ എന്നെ വിളിച്ചിട്ട് എവിടെയാണ്, എന്ത് ചെയ്യുവാണ് എന്നൊക്കെ എന്നോട് ചോദിച്ചേ പറ്റുള്ളൂ എന്ന് സച്ചി വാശി പിടിക്കുവാണ്. അപ്പോൾ രേവതി പറയും, കോള് കട്ടേ, ഞാൻ വിളിക്കാം എന്ന് പറയുവാണ്. എന്നിട്ട് രേവതി സച്ചിയെ വിളിക്കുവേ. അപ്പോൾ സച്ചി ഭയങ്കര പേടിച്ച് ശ്രീകാന്തും സുധിയൊക്കെ സംസാരിച്ച പോലെ രേവതിയോട് സംസാരിക്കുവാണ്. അപ്പോൾ രേവതി ചോദിക്കും, എവിടെയാ സച്ചിയേട്ടാ? ഞാനിവിടെ ടെറസിലുണ്ട്. എത്ര നേരം ഇങ്ങനെ ടെറസിൽ നിൽക്കും? താഴോട്ട് വാന്ന് പറയുമ്പോൾ സച്ചി പറയും, ഇപ്പം വരാം എന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ ഇത്രയും ഭവ്യതയോടെ സംസാരിക്കുന്നത് ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നതെന്ന് പറയും. അപ്പോൾ സച്ചി പറയും, ഞാനും ഇപ്പോഴാണ് കേൾക്കുന്നേ. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ അതേപോലെയൊന്നും സംസാരിക്കേണ്ട, സച്ചിയേട്ടനായിട്ട് തന്നെ നിന്നാൽ മതി, അതാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറഞ്ഞു, മതിയോ? മതി, സച്ചിയേട്ടൻ കിടന്ന് ഉറങ്ങാൻ നോക്കി, എനിക്ക് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് രേവതി കോള് കട്ട് ചെയ്യുവാണ്. സച്ചിൻ കോള് കട്ട് ചെയ്യും. അപ്പോഴേക്കും വർഷ വന്നിട്ട് രേവതി കെട്ടിവെച്ച മുല്ലപ്പൂവൊക്കെ എടുത്തോണ്ടും പോയി. അപ്പോൾ രേവതി പറയും, അയ്യോ വർഷ, ഇതെനിക്ക് രാവിലെ കൊടുക്കാനുള്ള പൂവാ. രേവതി ചേച്ചി, ഞാൻ കാശ് വെച്ചിട്ടുണ്ടല്ലോ, എനിക്കിപ്പം ഈ മുല്ലപ്പൂ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വർഷ ആ പൂവും കൊണ്ട് മുറിയിലോട്ട് ഓടുവാണ്. അപ്പോൾ രേവതിയും ഭയങ്കര സന്തോഷത്തിലാണ്. ഏതായാലും പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രേവതി പൂവും കൊണ്ടൊക്കെ പുറത്ത് പോവുകയാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താടി ഈ രാവിലെ തന്നെ ഇത് എങ്ങോട്ട് പോകുകയെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, 2-3 സ്ഥലത്ത് പൂ കൊടുക്കാനുണ്ട്, ഞാൻ അതൊക്കെ കൊടുത്തിട്ട് വരാമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, അപ്പോൾ ഈ വീട്ടിലെ പണിയൊക്കെ ആരെടുക്കും? നീ ഇതെവിടെ പോവാ? പണിയൊക്കെ തീർത്തിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, പണിയൊക്കെ ഞാൻ തീർത്തു, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വിശക്കുവാണെങ്കിൽ എടുത്ത് തിന്നോ, ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് രേവതി പോകുവാണ്. അപ്പോൾ ചന്ദ്ര പറയും, സ്വന്തമായിട്ട് വരുമാനം എടുക്കുന്നതിൻ്റെ അഹങ്കാരം അവക്ക്, ആ പൂക്കട ഞാൻ പൂട്ടുന്നുണ്ട്, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഈ ടൈമിലാണ് മഹിമ വരുന്നത്. മഹിമ വരുമ്പോഴേക്കും ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവേ. വാ മഹിമയെ വാ എന്ന് പറഞ്ഞ് മഹിമയെ വളരെ സന്തോഷത്തോടെ തന്നെ അകത്തോട്ട് വിളിക്കുവാണ് ചന്ദ്ര. എന്നിട്ട് ശ്രുതിയോട് പറയും, ശ്രുതി നീ ഒരു ചായ എടുത്തോണ്ട് വാ, രേവതി പുറത്തോട്ട് പോയിരിക്കുമല്ലേ എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് മഹിമയോട് പറയുന്നുണ്ട്, എനിക്കിപ്പോഴാണ് ഒന്ന് സമാധാനമായത്, ഞാൻ ഓർത്ത് വർഷയും ശ്രീകാന്തൊന്നും തിരിച്ച് ഈ വീട്ടിലോട്ട് വരില്ല എന്ന്. എന്തായാലും എനിക്ക് സമാധാനമായി എന്ന് പറയുമ്പോൾ മഹിമ പറയുന്നുണ്ട്, അവൾ വരില്ല എന്ന് പറഞ്ഞ ഒറ്റ വാശിയിലായിരുന്നു, ഞാനാ പിന്നെ നിർബന്ധിച്ച് വിട്ടത്. കല്യാണം കഴിഞ്ഞാൽ പെണ്ണുങ്ങളാ ഭർത്താവിൻ്റെ വീട്ടിലാണ് നിൽക്കണ്ടേന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ നിർബന്ധിച്ച് വിട്ടേന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, ആണോ, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അങ്ങനെ ചെയ്തതിലെന്നൊക്കെ ചന്ദ്ര പറയുവാണ്.
ചന്ദ്രക്കറിയില്ലല്ലോ സച്ചിയും രേവതിയും കൂടി ഒരുപാട് സംസാരിച്ചിട്ടാണ് വർഷയെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നതെന്ന്. ആ ക്രെഡിറ്റ് നമ്മുടെ മഹിമ എടുക്കുവാണ്. അപ്പോൾ അവിടെ പൂക്കാരിയമ്മ എന്ന് വിളിച്ചുകൊണ്ടൊരു ചേച്ചി വരുവാണേ. അപ്പോൾ ചന്ദ്ര പറയും, പൂക്കാരിയമ്മയോ? അതാരാ? അല്ല, പൂവിക്കുന്നവരുടെ അമ്മയല്ലേ, അപ്പം അങ്ങനെയല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. ഞാൻ പൂക്കാരിയമ്മ എന്നല്ല. അല്ല, എനിക്ക് എത്രയും പെട്ടെന്ന് പൂ വേണം. ഞാൻ 2 മുഴം പൂ രേവതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്ന് എടുത്തു തരാമോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും, അവളിവിടെ ഇല്ല, അവൾ പോയിട്ട് ഉള്ളപ്പോൾ വാന്ന് പറയുമ്പോഴേക്കും, എനിക്കറിയാം രേവതി ഇല്ലെന്ന്. എന്തായാലും നിങ്ങളുടെ മരുമോളല്ലേ, കടക്ക് വരെ നിങ്ങളുടെ പേരാ, അവർക്കൊരു സഹായമൊക്കെ ചെയ്തു കൊടുത്തൂടെ, എനിക്ക് അത്യാവശ്യമാണ് പൂ, എളുപ്പം പോയി എടുത്തോണ്ടും വാന്ന് പറയുവാണ് ആ ചേച്ചി ചന്ദ്രയോട്. ചന്ദ്രക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് മഹിമയുടെ മുമ്പിൽ ഇങ്ങനെ പൂക്കാരിയമ്മ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടിട്ട്. അപ്പോൾ ആ ചേച്ചി പറയും, എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്, രേവതിയോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ കവറിലുണ്ടാവും പൂ, ഒന്ന് എടുത്തതാന്ന് പറയുമ്പോഴേക്കും മഹിമയും പറയും, ഒന്ന് എടുത്തു കൊടുക്കുക, അവർ പറയുന്നുണ്ടല്ലോ, ഒന്ന് എടുത്തു കൊടുക്കുക ചന്ദ്ര എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പോയി ഫ്രിഡ്ജിൽ നിന്ന് ആ കവറും കൊണ്ട് വന്നിട്ട് അങ്ങനെ ആ ചേച്ചിയുടെ കൊടുക്കുക. അപ്പം പറയും, അയ്യോ എനിക്ക് അളന്ന് തന്നാൽ മതി എന്ന് പറയുമ്പോഴേക്കും, എനിക്ക് അളക്കാനൊന്നും അറിയാൻ പാടില്ല, അത് കയ്യിൽ വെച്ച് അളന്നാൽ മതി, കുഞ്ഞി കൈയാണ്, എന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ശ്രുതിയോട് പറയുക, ശ്രുതി നീ ഒന്ന് അളന്നു കൊടുക്കാൻ പറയുമ്പോൾ ശ്രുതി പറയും, അയ്യോ എനിക്കൊന്നും അറിയില്ല എന്ന് പറയും. നിവൃത്തിയില്ലാതെ ചന്ദ്ര തന്നെ നല്ലോണം കൈയിൻ്റെ അളവ് വെച്ചിട്ട് അളന്നിട്ട് പൂ ആ ചേച്ചിക്ക് കൊടുക്കുവാണ്. ബ്ലേഡൊക്കെ കത്രികയൊക്കെ എടുത്ത് ശ്രുതിയും കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്യാൻ വേണ്ടി. കട്ട് ചെയ്യാൻ പോവായിരിക്കും ചന്ദ്ര, അപ്പോഴേക്കും ശ്രുതി കത്രികയും കൊണ്ടുപോയി കൊടുക്കും. അപ്പം മഹിമ ചന്ദ്രയോട് പറയുന്നുണ്ട്, നന്നായിട്ട് അളന്നു കൊടുക്കുന്നുണ്ടല്ലോ പൂ, എന്ത് ഈസി ആയിട്ടാണ് ചന്ദ്ര ഇതൊക്കെ ചെയ്യുന്നത്. ചന്ദ്രക്കും അപ്പം നന്നായിട്ട് പണിയൊക്കെ എടുക്കാൻ അറിയാം. അപ്പം ഈ പണി തന്നെ ചന്ദ്രക്ക് രേവതിയെ പോയി സഹായിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് മഹിമ കളിയാക്കുവാണ് ചന്ദ്രയെ. ശ്രുതിക്ക് ഇതൊക്കെ കേട്ടിട്ട് നല്ല സന്തോഷമാവുന്നുണ്ട്, കാരണം മഹിമയുടെ മുമ്പിൽ അപമാനപ്പെട്ടുകൊണ്ടിരിക്കുവാണല്ലോ ചന്ദ്ര. അപ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കും, അങ്ങനെ തന്നെ വേണം, എന്നെ എന്തൊക്കെ ചീത്ത പറഞ്ഞതാ, ആൻറ്റിക്ക് ഇത് തന്നെ കിട്ടണം എന്നൊക്കെ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പം മഹിമ പറയുന്നുണ്ട്, ഞാൻ പോവാന്ന്. അപ്പോൾ ശ്രുതിയൊക്കെ പറയും, അയ്യോ ഇപ്പം വന്നേയല്ലേ ഉള്ളൂ, കുറച്ച് നേരവും കൂടി ഇരിക്കുക. ഇല്ല, ഞാൻ വർഷക്കൊരു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവൾ തിരിച്ചു വന്നില്ലല്ലോ, അതുകൊണ്ട് വന്നതാ. പിന്നെ ഇവരെ ചന്ദ്രയ്ക്കുള്ളതുകൊണ്ട് നല്ലോണം നോക്കും എന്നറിയാം, അതുകൊണ്ട് ഞാൻ പോവാ, വേറൊരു ദിവസം വരാമെന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, കുറച്ച് നേരവും കൂടി ഇരിക്കുക, വർഷം ഇപ്പം തന്നെ വരുമല്ലോ. ഏയ് വേണ്ട, നിങ്ങൾക്ക് നല്ല ബിസിയല്ലേ, പൂ മേടിക്കാൻ ആൾക്കാർ അപ്പം വന്നുകൊണ്ടിരിക്കും, അതുകൊണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞ് മഹിമ ഒന്ന് കളിയാക്കിക്കൊണ്ട് പോകുവാണേ. എന്നിട്ട് ചന്ദ്ര അപ്പം ഇങ്ങനെ മനസ്സിലിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. അപ്പോഴേക്കും പോയ മഹിമ തിരിച്ചു വന്നിട്ട് പറയും, അല്ലെങ്കിൽ എനിക്കൊരു കുറച്ച് പൂ തന്നെ, 2 മുഴം പൂതാ, വീട്ടിൽ എന്നൊരു പൂജയുണ്ട്, അപ്പോൾ അതിനെ കൊണ്ടുപോകണം, ഒരു 2 മുഴം പൂതാന്ന് പറഞ്ഞിട്ട് പൈസ നീട്ടിക്കൊണ്ട് നിൽക്കുവാണ് ചന്ദ്രക്ക് മുമ്പിൽ. ചന്ദ്രക്ക് ഇത് ഭയങ്കര അപമാനവും ഇരിക്കുവാണ് മഹിമ പൂ ചോദിച്ചത്. ഈ പൈസ മേടിച്ചിട്ട് പൂ താന്ന് പറയുവാണ് മഹിമ ചന്ദ്രയോട്. ചന്ദ്ര ഭയങ്കര വിഷമത്തിൽ എന്നിട്ട് പൂവൊക്കെ അളക്കുവാണ്. മഹിമ ഇവരെ നോക്കി പുച്ഛിച്ച് ചിരിച്ചോണ്ടിരിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ മഹിമ അപമാനിക്കുവാണ് ചന്ദ്രയെ. ചന്ദ്രക്ക് അത് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ പണക്കാരി വീട്ടിലെ പെണ്ണല്ലേ, അമ്മയല്ലേ, അങ്ങനെ ഒന്നും തിരിച്ചു പറയാൻ പറ്റത്തില്ലല്ലോ. ചന്ദ്ര അളന്ന് എന്നിട്ട് പൂവൊക്കെ കൊടുക്കുമ്പോഴേക്കും മഹിമ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ജോലി നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഇനി എനിക്ക് പൂവിൻ്റെ ആവശ്യം വരുവാണെങ്കിൽ ഇവിടെ വന്ന് മേടിക്കാം എന്നൊക്കെ ഒന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞിട്ട് മഹിമ പോകുവാണ്. ചന്ദ്ര അവർ പോയി കഴിയുമ്പോഴേക്കും നല്ലോണം ദേഷ്യം വന്ന് അവിടെ കിടന്ന് തുള്ളുവേ. മഹിമ പുറത്തിറങ്ങുമ്പോഴേക്കും വർഷയും ശ്രീകാന്തും കൂടി വരുവാണേ. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, അമ്മ ഇതെപ്പോൾ വന്നു, വാ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പയ്യെ പോകാമെന്ന് ശ്രീകാന്തും പറയുമ്പോഴേക്കും മഹിമ പറയും, ഈ ഇല്ല ഞാൻ പോകുക. അപ്പോൾ വർഷ പറഞ്ഞു, ഇതെന്താ എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ പതിവില്ലാതെ പൂവൊക്കെ ഇട്ട്, ഇത് മോക്കല്ല, ഇത് ഞാൻ പൂക്കാരി അല്ല, അമ്മ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ടും വരുവാ, വീട്ടിലൊരു പൂജയുണ്ടല്ലോ അതിനു വേണ്ടി കൊണ്ടുപോവാന്ന് പറയുമ്പോഴേക്കും വർഷ പറയും, ഓ അപ്പോൾ രേവതിയെ സഹായിക്കാനൊക്കെ തുടങ്ങിയോ ആൻറ്റി, ഏതായാലും നല്ല കാര്യം, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് മഹിമ പോകാൻ പോകുമ്പോഴേക്കും ശ്രീകാന്ത് അകത്തോട്ട് പോവേ. ശ്രീകാന്ത് അകത്ത് പോകുന്ന നേരം നോക്കി മഹിമ വർഷയോട് പറയും, മോളെ നീ മറ്റുള്ള മരുമക്കളെ പോലെയല്ല, പണക്കാരി വീട്ടിലെ പെണ്ണാണ്, അവർ ഒരു കാര്യത്തിലും നീ ആർക്കും വേണ്ടി വിട്ടുകൊടുക്കരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് നമ്മുടെ വീടുണ്ട്, അങ്ങോട്ടേക്ക് തിരിച്ചു വരണം എന്നൊക്കെ വർഷ ഉപദേശിച്ചിട്ട് മഹിമ പോകുവാണ്. അത് കഴിഞ്ഞിട്ട് വർഷ വീടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്, ആൻറ്റി രേവതിയെ സഹായിക്കാനൊക്കെ തുടങ്ങിയോ, താഴെ കടയിൽ ആരും ഇല്ലല്ലോ, ആൻറ്റിക്ക് അവിടെ പോയി ഇരുന്നൂടെ എന്ന് പറഞ്ഞ് വർഷം ഒന്ന് ചിരിച്ചുകൊണ്ട് മുറിയിലോട്ട് പോകുവാണ്. ചന്ദ്രക്ക് അതും കൂടി കേട്ടപ്പോഴേക്ക് പൂർത്തിയായി, കാരണം പൂക്കട തന്നെ ചന്ദ്രക്ക് ഇഷ്ടമല്ല. അപ്പോൾ ചന്ദ്രയോട് പോയി അവിടെ പൂക്കടയിൽ പോയി ഇരിക്കാൻ പറഞ്ഞപ്പോൾ ചന്ദ്രക്ക് നല്ല ദേഷ്യം വരുന്നു. അതിനുശേഷം കാണിക്കുന്നത് ചന്ദ്ര ഇങ്ങനെ ഹോളിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിൽ നടക്കുവാണ്. അവർ വർഷയുടെ അമ്മയെന്നുള്ള മര്യാദ കൊടുത്തപ്പോൾ അവരെന്നെ ഒരു പൂക്കാരിയാക്കിയിരിക്കുന്നു, എന്നോട് പോയി പൂ അളന്ന് മേടിച്ചിരിക്കുന്നു, അവരാരാ, എനിക്ക് ഓർത്തിട്ട് ദേഷ്യം വരുന്നു. വന്നവരൊക്കെ എന്നെ പൂക്കാരി അമ്മ എന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്തൊന്ന് പൂ മേടിച്ചുകൊണ്ടും വരുന്നു. എനിക്ക് അവരോട് ദേഷ്യം, പോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അവരോടൊന്നും മിണ്ടാതിരുന്നപ്പോൾ അവരിനി പൂ വന്ന് ഇവിടെ വന്ന് മേടിക്കാമെന്ന്, ഞാൻ ആരാണെന്ന് അവരുടെ വിചാരം എന്നൊക്കെ പറഞ്ഞ് ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുവാണ് ചന്ദ്ര ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ ആൻറ്റി എന്താ ഇങ്ങനെ നടക്കുന്നത്, ഒറ്റക്കൊക്കെ ഓരോ പിച്ചും പിയും പറഞ്ഞിട്ടെന്ന് പറഞ്ഞ് ശ്രുതി ചന്ദ്രയുടെ അടുത്തോട്ട് പോകുവാണ്.
ശ്രുതി ചോദിക്കും, ആൻറ്റി എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നടന്നതൊക്കെ നീയും കണ്ടില്ലേ, ആ വർഷയുടെ അമ്മ എന്നെ ഒരു പൂക്കാരിയാക്കിയിരിക്കുന്നു. എനിക്ക് എങ്ങനെ ദേഷ്യം വരും, ആ പൂകെടുന്നവള് കാരണം ഇവിടെ ബാക്കിയുള്ളവർക്കും കൂടി ആ തലവേദന. പെട്ടെന്ന് ഓർക്കും, അയ്യോ ശ്രുതി, ആ വർഷ അകത്തുണ്ടല്ലേ, ഞാൻ പറഞ്ഞതൊക്കെ അവൾ കേട്ടിട്ടുണ്ടാവോ, ഇനി കേട്ട് വീണ്ടും വീട്ടിലോട്ട് തന്നെ പോകുമോ? എനിക്കാണെങ്കിൽ ഓർത്തിട്ട് എല്ലാം കൂടി ഭ്രാന്ത് പിടിക്കുന്നു ശ്രുതി, എനിക്ക് ആ പൂക്കട എങ്ങനെയെങ്കിലും പൂട്ടിക്കണം എന്നുള്ള മൈൻഡിൽ ഇരിക്കുവാണ് ഞാൻ, എന്തെങ്കിലും ചെയ്യ് ശ്രുതി എന്ന് പറയുവാണ് ചന്ദ്ര. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, ഇന്ന് ഒരു പ്രാവശ്യമല്ലേ മഹിമ പൂ ചോദിച്ചിട്ടുള്ളൂ, വിട്ടുകളാന്ന് പറയുമ്പോഴേക്കും, അങ്ങനെ വിട്ടുകളയാനൊന്നും പറ്റത്തില്ല, ഇന്ന് ഒരു പ്രാവശ്യം വിട്ടുകളഞ്ഞാ എപ്പോഴും അവരിവിടെ മോളെ കാണാൻ വരുവാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞിട്ട് പൂ മേടിച്ചുകൊണ്ടും പോവും, പിന്നെ ഞാനും ആ പുറത്ത് പോയി പൂ വിൽക്കേണ്ട ഗതികേട് എനിക്കും വരും എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റിക്ക് അപ്പോൾ പൂ കെട്ടാനൊക്കെ അറിയുമോ? എനിക്കൊന്നും അറിയില്ല, അതൊക്കെ ആ രേവതിയുടെ പണിയാ, ആ രേവതി കാരണം ആ മനുഷ്യൻ ഇവിടെ കിടന്ന് അപമാനപ്പെടുന്നത്, എനിക്ക് ആ പൂക്കട എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റണം എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നമ്മളെങ്ങാനും മാറ്റിക്കഴിഞ്ഞാൽ തീർന്നു, സച്ച് പിന്നെ നമ്മുടെ മെക്കിട്ട് വരും. അപ്പോൾ ചന്ത പറയും, അതും ശരിയാ, അവൻ ഇട്ടുകൊടുത്ത കടയല്ലേ, നമ്മളെ തിന്നു അവൻ അതെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ എന്ത് ചെയ്യും, എനിക്കത് അവിടെ നിന്ന് മാറ്റിയേ പറ്റുള്ളൂ, ഒരു ഐഡിയ എനിക്ക് വേണമല്ലോ, ആ ബാമയോട് ചോദിക്കാമെന്ന് പറഞ്ഞ് ചന്ദ്ര പോയി ബാമയെ വിളിക്കാൻ പോകുവാണ്. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് നിർത്തുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.